സംസ്ഥാനത്ത് അതിശക്തമായി മഴ ഇന്നും തുടരും. 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. തിരുവനന്തപുരം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എസ് വിനേഷ് കുമാർ കോഴിക്കോട്ട് നിന്ന്, KV ബൈജു കാസർഗോട്ട് നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ബൈജു ചേരുന്നു. ബൈജു, അവിടെ വലിയ ശക്തമായ മഴയാണ് കാസർഗോഡ്. ഈ പറഞ്ഞ ജലാശയങ്ങളൊക്കെ കവിഞ്ഞൊഴുകുന്ന പശ്ചാത്തലമുണ്ട്. സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പൊതുവെ സാഹചര്യം? രഞ്ജിത്തെ, കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി തുടർച്ചയായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ പുഴകളെല്ലാം കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും കുടുംബങ്ങളെ മാറ്റി ബന്ധുവീടുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും മലയോര മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. വെള്ളരിക്കുണ്ട് താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകുന്നു. അതുകൊണ്ട് തന്നെ കാസർഗോഡ് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗൻവാടി ഉൾപ്പെടെ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോളേജുകൾക്ക് ഈ അവധി ബാധകമല്ല. എന്തായാലും ഈ ഇത്തരത്തിൽ മഴ തുടർന്ന് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനമുള്ളത്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന് അറിയിക്കുന്നു. ഒപ്പം ഓറഞ്ച് അലർട്ടും ഇന്ന് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും മഴ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അതാണ് കാസർഗോട്ടെ സാഹചര്യം. ശക്തമായ മഴ കാസർഗോഡ് ജില്ലയിൽ രേഖപ്പെടുത്തുന്നു. ദൃശ്യങ്ങളിലോ കാണാം, ജലാശയങ്ങൾ കരകവിഞ്ഞൊഴുകുന്നു, വീടുകളിൽ വെള്ളം കയറുന്നു. പുഴയോരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമുണ്ട്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും, അംഗൻവാടി മുതൽ പ്രൊഫഷണൽ കോളേജുകൾ വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലയിൽ അവധിയുണ്ട്. ഇത്തരത്തിൽ 6 ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴ ഇതിനകം കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചു കഴിഞ്ഞു. അതിൽ ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇത്തരത്തിൽ ഉള്ള പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് കോഴിക്കോട്ട് എസ് വിനേഷ് കുമാർ പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകും. വിനേഷ്, ഗുഡ് മോർണിംഗ്. കോഴിക്കോട്ടെ സാഹചര്യം എങ്ങനെയുണ്ട്? മഴയുണ്ടോ ശക്തമായി തന്നെ? രഞ്ജിത്തെ, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് ശക്തമായ മഴ തന്നെയുണ്ട്. ഇന്നലെ രാത്രിയിൽ നിർത്താതെയുള്ള മഴയായിരുന്നു. എന്നാൽ ഇപ്പോൾ ചെറിയ ഒരു ഇടവേള മഴയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും വടക്കൻ ജില്ലകളിലെല്ലാം തന്നെ ശക്തമായ മഴ തന്നെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ബൈജു സൂചിപ്പിച്ച പോലെ കാസർഗോഡ് മുതൽ കണ്ണൂർ, വയനാട് ജില്ലകളിലെല്ലാം മഴയുണ്ട്. വയനാടാണ് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്. കാരണം വയനാട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായി ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉരുൾപൊട്ടൽ ഭീഷണി ഉൾപ്പെടെ വയനാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഉരുൾപൊട്ടലുണ്ടായ കുറിച്യർമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഇന്നലെയും മിനിയാന്നുമായി പലപ്പോഴായി മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലുള്ള ആളുകൾ ഉൾപ്പെടെ മാറ്റിപ്പാർപ്പിക്കുന്ന ഉൾപ്പെടെ നടപടിയിലേക്ക് അധികൃതർ നീങ്ങിയിട്ടുമുണ്ട്. ഇത്തരത്തിൽ നമുക്കറിയാം, പുത്തുമലയിലെല്ലാം തന്നെ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് താമരശ്ശേരി, അതുപോലെ തന്നെ കട്ടിപ്പാറ, പൂനൂർ ഭാഗങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ തന്നെ ശക്തമായ മഴ തന്നെ ലഭിക്കുന്നുണ്ട്. ഇവിടെ താഴ്ന്ന പ്രദേശങ്ങൾ ഏറെക്കുറെ വെള്ളത്തിലായിട്ടുണ്ട്. പക്ഷേ വീടുകളിലും മറ്റും വെള്ളം കയറുകയോ ആളുകളെ മാറ്റി താമസിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. എന്തായാലും മഴ തുടരുകയാണെങ്കിൽ ഈ പ്രദേശത്തുള്ള ആളുകളെ മാറ്റി താമസിപ്പിക്കേണ്ടി വരും. ഒപ്പം തന്നെ മലപ്പുറം ജില്ലയിലും മഴ ശക്തമായി ലഭിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ മലയോര മേഖലയായ നിലമ്പൂർ, കരുളായി ഭാഗങ്ങളിലെല്ലാം തന്നെ, നാടുകാണി ചുരത്തിന്റെ ആ ഭാഗങ്ങളിലെല്ലാം തന്നെ മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. കോഴിക്കോട് ജില്ലയുടെ പ്രധാനമായും കോഴിക്കോട് നഗരത്തിൽ കാര്യമായ മഴയില്ല. ഒറ്റപ്പെട്ട മഴയാണെങ്കിൽ മഴ പെയ്യുന്നുണ്ട്. പക്ഷെ മലയോര മേഖലയിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നുണ്ട്. എന്തായാലും അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. മഴ ശക്തമായി തുടരുകയാണ്. ശരി.